5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒടുവിൽ കേസെടുത്തു. ഞാൻ 24 ചാനലിൽ ഹാഷ്മിൻ്റെ ഇൻ്റർവ്യൂ, കാശ്മീരുമായി ബന്ധമുള്ള ചർച്ചയിൽ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ന്യായീകരിക്കുന്ന വ്യക്തി വന്നിരുന്നു. ഏത് കാര്യത്തിലും പുള്ളി ന്യായീകരിക്കും. അപ്പോൾ ഞാനത് റെജി ഈ അവസാനം ഇതിൻ്റെ സത്യവും നീതി നിയമമൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് ബഹളം ഉണ്ടാക്കുകയായിരുന്നു. അത് കേരള സർക്കാരിന് അതിനകത്ത് റോളില്ല, കേന്ദ്ര സർക്കാരിന് റോളില്ല, ഇൻ്റർനാഷണലാണ്, കപ്പലാണ്, അമേരിക്കയിൽ പോയിട്ടുണ്ട്, ഫ്ലോറിഡയിൽ പോയിട്ടുണ്ട്, വലിയ ബഹളമാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാനല്ല ഇത് പറഞ്ഞു, ഇതൊരു ആമുഖം പറഞ്ഞു എന്നേ ഉള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കേരള സർക്കാരും കേസെടുത്തിരിക്കുന്നു, കേന്ദ്ര സർക്കാരും കേസെടുത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കേസെടുത്തു എന്ന് മാത്രമല്ല അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. MSC കപ്പലിന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ കടലിൽ പടർന്നിരിക്കുന്ന എണ്ണയും അവശിഷ്ടങ്ങളും കരയിൽ വന്നതും എല്ലാം മാറ്റിയില്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നുള്ള നിലയിൽ കേസ് കൊടുത്തിരിക്കുന്നു, നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇന്ന് ചാനലുകളിലൊക്കെ ആ നോട്ടീസ് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്, കാണിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വാസവൻ മന്ത്രി, എത്ര അപഹാസ്യമാണ് ഈ മന്ത്രിയുടെ 3 ദിവസത്തെ ബൈറ്റ് എടുത്ത് നോക്കണം. ഈ പത്രപ്രവർത്തകരൊക്കെ എന്താണ് നമ്മുടെ മുഖ്യധാര പത്രപ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഖത്ത് നോക്കി ചോദിക്കണ്ടേ? 3 ദിവസത്തെ ബൈറ്റ് എടുത്ത് നോക്കണം. 1-ാം ദിവസത്തെ ബൈറ്റ്, കേന്ദ്ര സർക്കാരിന് പോലും അവകാശമല്ല 200 നോട്ടിക്കൽ മൈലിനകത്തല്ലാത്തത് കൊണ്ട്, പിന്നെ 200 നോട്ടിക്കൽ മൈൽ വരെ ഉള്ള കാര്യങ്ങളൊക്കെ പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ 14 നോട്ടിക്കൽ മൈലിന് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്കുള്ളത് സ്റ്റേറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ് മോശമായി പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേസെടുക്കാൻ പറ്റില്ല. 2-ാം ദിവസത്തെ ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞു കേസെടുക്കാൻ താമസിച്ചൊന്നും പോയിട്ടില്ല. 3-ാമത്തെ ദിവസത്തെ ബൈറ്റിൽ പറഞ്ഞു നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. ഒരേ മന്ത്രി ഒരേ വിഷയത്തിൽ ഒരേ അഡ്വൈസ് കിട്ടിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ AG ആണ്, അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിരിക്കും, അഡ്വക്കേറ്റ് ജനറൽ പോലുള്ള ആളുകളാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ AG എന്താണ് അഡ്വൈസ് ചെയ്തത്? AG ആദ്യം കൊടുത്ത നിയമോപദേശം എന്താ? അല്ലെങ്കിൽ നിയമവിദഗ്ധർ, സർക്കാരിൻ്റെ പ്ലീഡർമാരും അതുപോലെ സർക്കാരിൻ്റെ ഉപദേശങ്ങളും ഒക്കെ എന്താ കൊടുത്തത്? നിയമോപദേശം കേസ് എടുക്കാൻ പാടില്ലെന്നല്ലേ. അവസാനം 2016 കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കൊണ്ടുവന്ന നിയമം എടുത്ത് വച്ച് ഇവിടുത്തെ നാട്ടിലെ ആളുകളും പത്രപ്രവർത്തകരും അതുപോലെ ചാനലിൽ പോകുന്നവരും ചർച്ചയിൽ പങ്കെടുക്കുന്നവരും എന്നെപ്പോലുള്ളവരും ഒക്കെ വലിയ ബഹളമുണ്ടാക്കി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ നിൽക്കക്കല്ലില്ലാതെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി തീർച്ചയായിട്ടും കേസിലേക്ക് പോകുന്നു. എന്നിട്ടോ നാമമാത്രമായ വകുപ്പുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, വലിയ സീരിയസ് ആയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്തിനാണ് ഈ ഒളിച്ചുകളി? ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു, അതിനെ നമുക്ക് ഇൻഷുറൻസ് പൈസ വാങ്ങിച്ചാൽ മതി, കേസെടുക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം ആരാണ് ഇത് തീരുമാനിക്കാൻ? സംസ്ഥാന ചീഫ് സെക്രട്ടറി ആരാണ്? ക്രിമിനൽ കുറ്റവും സിവിൽ കുറ്റവും ഉണ്ടായാൽ കേസെടുക്കേണ്ട എന്ന് തീരുമാനിച്ച് സർക്കാരിനെ ഉപദേശിക്കാൻ ആരാണ് ഇദ്ദേഹം? എന്ത് നിയമമാണ് ഇത്? ഭരണഘടനയ്ക്ക് താഴെയല്ലേ ഇദ്ദേഹം ഇരിക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഇവിടുത്തെ നമ്മുടെ പോർട്ടുമായി ബന്ധമുള്ള ഒരു സുഹൃത്തുക്കളാണല്ലേ, പോർട്ടുമായി ബന്ധമുള്ളവരാണ്, തിരുവനന്തപുരത്തുള്ള പോർട്ടുമായി ബന്ധമുള്ളവരാണ് ഇതിൻ്റെ കമ്പനിക്കാർ, MSC കമ്പനിക്കാരെന്നാണ്. എന്തൊരു അപഹാസ്യതമാണ്! മന്ത്രിയായാലും ചീഫ് സെക്രട്ടറി ആയാലും നമ്മുടെ സംവിധാനങ്ങളാകെ ജനങ്ങളെ പറ്റിക്കുകയാണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ കേരളത്തിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേസെടുത്തിരുന്നു, തമിഴ്നാട്ടിൽ കേസെടുത്തിരുന്നു, മഹാരാഷ്ട്രയിൽ കേസെടുത്തിരുന്നു. അത് 2016 മുമ്പാണ് കേസെടുത്തിരുന്നത്. അതിനുശേഷം 2016 കേന്ദ്ര ഗവൺമെൻറ് അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേസെടുക്കാം, 200 നോട്ടിക്കൽ മൈലിനകത്താണെങ്കിൽ കേസെടുക്കാമെന്നുള്ള നിയമം കൊണ്ടുവന്നു. കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം, മറൈൻ പോലീസിന് കേസെടുക്കാം, സാധാരണ പോലീസുകാർക്കും അതിനകത്ത് ഇടപെടാം. ഇപ്പോൾ അതിൻ്റെ ചീഫായിട്ടുള്ള കമാൻഡർ കോസ്റ്റൽ പോലീസ് AIG പറയുന്നത്, പദം സിംഗ്, അദ്ദേഹം പറയുന്നത് ഒരു പരാതി കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ ഇരുന്നതെന്നാണ്. ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? പൊതുജനങ്ങളെ വീണ്ടും 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 ഈ വ്യവസ്ഥിതികൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കേസെടുക്കത്തില്ലേ? നിങ്ങൾ എന്തെല്ലാം റോഡിൽ പോണ ഏതെല്ലാം വാർത്തകൾ കേട്ടുകൊണ്ടുള്ള ആരെല്ലാം കേസെടുക്കുന്നു? ഹൈക്കോടതി എടുക്കുന്നു, സുപ്രീം കോടതി എടുക്കുന്നു, ആരെല്ലാം കേസെടുക്കുന്നു? നിങ്ങൾക്കൊരു ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ സിവിൽ കേസിന്റെ സ്വഭാവമുള്ള ഒരു കേസ് നടന്നാൽ, ഒരു അപകടം നടന്നാൽ അവിടെ പോയി FIR തയ്യാറാക്കാൻ ഒരാളുടെ പരാതി വേണോ? എന്താണ് നിങ്ങൾ ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത വല്ലതും പഠിച്ചിട്ടുണ്ടോ? പോലീസ് ഓഫീസർമാരും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തെ നിങ്ങൾ പറ്റിക്കുകയാണ്, പല രൂപത്തിൽ പറ്റിക്കുകയാണ്. അത് ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് പറയുന്ന രൂപത്തിലായാലും, മന്ത്രിമാരായാലും, ചീഫ് സെക്രട്ടറി ആയാലും, പോലീസ് ഓഫീസറായാലും, ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണ്. പാവങ്ങൾപ്പെട്ട ഞങ്ങളെ നിങ്ങൾ പറ്റിക്കുകയാണ്. ഞങ്ങൾ ചെയ്ത തെറ്റ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത തെറ്റ് വോട്ട് ചെയ്യാൻ പോയി എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ പോയപ്പോൾ കുറച്ചധികം പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്നുള്ളൊരു തെറ്റാണോ ചെയ്തത്? ആ തെറ്റാണ് ചെയ്തതെങ്കിൽ അത് തിരുത്തപ്പെടും. ജനാധിപത്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ആരെപ്പോൾ തെറ്റ് ചെയ്താലും അതൊക്കെ തിരുത്തപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽപ്പിക്കുമെന്നല്ല. അങ്ങനെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്.
നമ്മൾ വളരെ ഗൗരവമാലേക്ക് നല്ല കാര്യം ചെയ്താൽ ജനങ്ങൾ കൂടെ ഉണ്ടാകും, മോശം കാര്യം ചെയ്താൽ ജനങ്ങൾ ശിക്ഷിക്കുകയും പെടും. ആ തിയറി പറയാനാണ്, അല്ലാതെ ഒരു മുന്നണി ജയിപ്പിക്കാനോ മറ്റൊരു മുന്നണി തോൽപ്പിക്കാനോ ഉള്ള കഥ പറയാനൊന്നും ഞാൻ രാവിലെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ MSc കേസിൽ, കപ്പലിൻ്റെ കേസിൽ നിരുപദ്രവകരമായ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. കേരള സർക്കാരിന് അതിൽ റോളില്ല, കോസ്റ്റൽ പോലീസിന് പറ്റില്ല, മറൈൻ പോലീസിന് പറ്റില്ല, അത് കേന്ദ്ര ഗവൺമെന്റിന് പോലും പറ്റില്ല, അന്താരാഷ്ട്ര കോടതികൾക്ക് മാത്രമേ ഇതിനകത്ത് കേസെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് കേസെടുത്തിരിക്കുന്നു. ഷിപ്പിംഗ് കമ്പനി, ഷിപ്പിംഗ് മന്ത്രാലയം അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അത് പോയിട്ട് കേരള സർക്കാരിൻ്റെ പോലീസും കേസെടുത്തിരിക്കുന്നു. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? ഇവിടെ വമ്പൻ ചെയ്താലും പാവപ്പെട്ടവൻ ചെയ്താലും പട്ടിണിക്കാരൻ ചെയ്താലും ദരിദ്രൻ ചെയ്താലും സമ്പന്നൻ ചെയ്താലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് താഴെയാണ് നമ്മളെല്ലാവരെന്നും അതിനനുസരിച്ചുള്ള കേസുകളും നിയമ നടപടികളും ആവശ്യമുണ്ടെന്നും ഇൻഷുറൻസ് വേറെ കേസ് വേറെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇൻഷുറൻസിൻ്റെ വഴിക്ക് പോകേണ്ടതാണ്. ഇൻഷുറൻസ് കിട്ടാൻ കേസ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതും കേസിൽ ദുർബല വകുപ്പുകൾ ചേർത്തുന്നതുമൊക്കെ പാവപ്പെട്ട ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ ചിലപ്പോൾ ഈ ജനാധിപത്യത്തിൽ കഴിഞ്ഞില്ല എന്ന് വരും. വോട്ടെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ അവരൊന്ന് മാറി വോട്ട് കുത്തിയെന്നിരിക്കും. മറ്റ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് വേറെ ആളുകൾ ഈ പറയുന്നവർക്ക് തന്നെ വോട്ട് ചെയ്താൽ പറയുന്ന ആളുകൾ തന്നെ ജയിച്ചു എന്നിരിക്കും, തുടർ ഭരണമൊക്കെ വന്നെന്നിരിക്കും. അപ്പോഴും പാവപ്പെട്ട നിരാലംബരായ നിരാശ്രയരായ കുറേ ജനങ്ങൾ ഇങ്ങനെ നോക്കുകുത്തികളായി ഈ ജനാധിപത്യത്തിൽ നിൽപ്പുണ്ട്. എന്ത് ചെയ്യാനാണ്? നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ നിർനിമേഷരായി നോക്കി നിൽക്കാം. പിന്നെ സോഷ്യൽ മീഡിയയും വാട്സപ്പും അതുപോലെ മീഡിയ ചാനലുകളുമൊക്കെ വന്നതുകൊണ്ട് ഡിസ്കഷനും ഡിബേറ്റും അതുപോലെ പരിപാടികൾ വന്നതുകൊണ്ട് അവിടെ പോയിരുന്ന് നമുക്ക് വല്ലാതെ വിലപിക്കാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ. അല്ലാതെ നടപടികളിലേക്ക് പോവുക വളരെ ദുർഘടമാണ്.